ഇവിടെ തടപ്പള്ളിയാണ്. തടപ്പള്ളി ഭഗവാന് നിവേദ്യം ഉണ്ടാക്കുന്ന സ്ഥലമാണ് കേട്ടോ, നൈവേദ്യം. ഇവിടെ ഗണപതിയാണ്. ഇവിടെ അയ്യപ്പനുമാണ് ഇവിടെ വസിക്കുന്നത് കേട്ടോ. ശ്രീകോവിലിൻ്റെ ഉള്ളു കാണിച്ചു തരാൻ കഴിയില്ല, നിങ്ങളത് ക്ഷേത്രത്തിൽ തന്നെ വന്നിട്ട് കാണുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ആരും പോയിട്ട് ക്ഷേത്രത്തിനുള്ളിൽ ചെയ്യരുത്, ക്ഷേത്രത്തിൻ്റെ പുറത്ത് മാത്രം നിന്ന് ചെയ്യുക. ഫസ്റ്റത്തത് ഭദ്രകാളിയാണ്, രണ്ടാമത് ചാമുണ്ടീശ്വരിയാണ് കേട്ടോ. ഓം ഐം ഹ്രീം ശ്രീം കൈള ഹ്രീം അസകഹള ഹ്രീം സകള ഹ്രീം സഹോം സക്ഷമലവരീം സഹക്ഷമലവരി ശ്രീ ജഗദംബ സഹിത ശ്രീ അനങ്കാനനാഥാം ശ്രീ ഗുരു ശ്രീ പാദുകാം പൂജ്യാമി. ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായ വിജയ നമഃ. ശിവോഹം. ശങ്കരന്റെ അനുഗ്രഹമുണ്ട്, ഭർത്താവുണ്ടോ? അദ്ദേഹം കൂടിയിട്ടാണോ ചെയ്യുന്നത്? അദ്ദേഹം വേറെ ജോലി. ശത്രുക്കൾ പറയാൻ മത്സര ശത്രുക്കൾ, ധാരാളം ശത്രുക്കൾ ഇങ്ങനെയുള്ള നമസ്തേ. നമസ്തേ. എന്താ പേര്? സുധീർ. സുധീർ. പിന്നെ സുധീഷ് അല്ലേ? എവിടെ സ്ഥലം? ഇവിടെ അടുത്ത് പിലാക്കാവ്. അതെ. ഇല്ലേതോ?
ശ്രീഹരിയില്ല. ശ്രീഹരി. പിന്നെ ഒത്തിരി കാലമായി ഇവിടെ? 7 വർഷം. 7 വർഷമായി അല്ലേ? എന്തായാലും ഭഗവതിൻ്റെ അനുഗ്രഹം നല്ലോണം ഉണ്ട്. അപ്പം നമുക്ക് ഒത്തിരി ഇഷ്ടമായി. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു വന്ന ഒരാളാണ്. അപ്പം അതെ, അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ക്ഷേത്രങ്ങളിൽ അങ്ങനെപ്പോലുള്ള വ്യക്തികളെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ മറ്റുള്ളവരെ സങ്കടങ്ങൾ സ്വയം ഏറ്റെടുത്ത് തീർക്കുന്ന കാണുമ്പോൾ സന്തോഷം. അങ്ങനെ തന്നെയാണ് വേണ്ടത്. അതുമല്ല, അത് ഭഗവതിൻ്റെ കൃപാകടാക്ഷം ഏറ്റവും കൂടുതലും നല്ലവണ്ണം താങ്കൾക്ക് ഉണ്ടെന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം പിന്നെ ഒരു കാര്യം ചോദിക്കുക, എത്ര മണിക്കാണ് ഇവിടെ നട തുറക്കാറ്? 5:45. എത്ര മണിക്കാണ് അടക്കറ്? 12. ഉഷപൂജയുണ്ടോ? ഉഷപൂജയില്ല, വിശേഷ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ? ഏകകാലം അല്ലേ? പിന്നെ വൈകിട്ടോ? ചൊവ്വ, വെള്ളി, വൈകുന്നേരം. ഇവിടുത്തെ പ്രധാന ദിവസം ഏതാ? ഇവിടുത്തെ പ്രധാന ചൊവ്വയും വെള്ളിയും. പിന്നെ മറ്റേ ദിവസങ്ങളിലോ? മാസത്തിൽ പൂജയുണ്ട് അല്ലേ? അപ്പം ഇവിടെ വരുന്ന ഭക്തന്മാർക്ക് ഏറ്റവും കൂടുതലും നമ്മൾ വഴിപാട് ഭഗവതിക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ്? നെയ്വിളക്കാണ് അല്ലേ? ചുറ്റുവിളക്കുണ്ടോ? ചുറ്റുവിളക്ക് വിശേഷമായിട്ട് ചുറ്റുവിളക്ക് ചെയ്തു കൊടുക്കും അല്ലേ? അതിന് വേണ്ടിയിട്ട്. പിന്നെ നൈവേദ്യം എന്താ? കടുംപായസം. ശിവഭഗവാൻ കിരാത ഭാവത്തിലാണ്, അറിയാലോ. അതെ. ആ ഭാവത്തിലായതുകൊണ്ട് ഭഗവാൻ പാൽപ്പായസം. പിന്നെ അരി, പച്ചരിയും തേങ്ങയും വെച്ചിട്ടുള്ള വെള്ളരി നിവേദ്യം. അതെ. ഇവിടെ മുട്ടർക്കൽ ഒന്നും ഈ ഒരു മുട്ടി നീക്കൽ മാത്രമേ ഉള്ളൂ അല്ലെ? മറികൊത്തലുണ്ടോ? നീക്കൽ മാത്രം ഇല്ല അല്ല? തിരിയുഴിയലുണ്ട്. മറികൊത്തലിന്റെ ഉഴിച്ചല്. അതെ. പിന്നെ ഗണപതി ഹോമം എങ്ങനെ ഇവിടെ? എല്ലാ വെള്ളിയാഴ്ചയും പിന്നെ വിശേഷാൽ നിത്യ വഴിപാട് ഹോമമായിട്ട് ചെയ്യുന്നുണ്ടല്ലേ? അത് നിലവിലെ ക്ഷേത്രത്തിന്റെ പ്രവൃത്തി കഴിഞ്ഞാൽ നിത്യ ഗണപതി ഹോമമായി മാറും അല്ലേ? ഇങ്ങനെയല്ലായിരുന്നു. ഭക്തജനങ്ങളുടെ അനുഭവ സാക്ഷ്യം മൂലം ചുറ്റമ്പലമായതാണ്, തുറന്നൊരു സ്ഥലമായിരുന്നു. അതെ, എനിക്ക് മനസ്സിലായി. ഇന്നലെ രാത്രി ഇവിടെ വന്നപ്പം നമുക്ക് ഒരു അനുഭവപ്പെട്ട വെച്ചാൽ ഒരു തറേൻ്റെ മുകളിലായിരുന്നു ഇത് ആദ്യം ഉണ്ടായത് അല്ലേ? അങ്ങനെ നമുക്ക് അനുഭവപ്പെട്ടത്. അപ്പോൾ പിന്നീട് അത് ജനങ്ങളുടെയും മറ്റുള്ളവരുടെയും സേവനവും സഹായം കൊണ്ട് മാത്രമാണ് ഇപ്പം ഇന്ന് ഈ നിലയിലെത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇവിടെ ഒത്തിരി ആവശ്യങ്ങളുണ്ട്. വരുന്ന ഭക്തന്മാർക്ക് അന്നദാനത്തിൻ്റെ വേണ്ടുന്ന സൗകര്യങ്ങൾ, പിന്നെ അതുപോലെ ക്ഷേത്രത്തിൽ ബാക്കിയുള്ള കുറേ പണികളുണ്ട്. പിന്നെ ചുറ്റ് മതിൽ വരാനുണ്ട്. പിന്നെ അതുപോലെ ഊട്ടുപോരേൻ്റെ ചെറിയൊരു പ്രശ്നം പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ അതുപോലെ ചുറ്റ് അമ്പലത്തിൻ്റെ കല്ലുപാഴാനുണ്ട്. അതെ. അപ്പം അത് അങ്ങ് 7 വർഷം ഇവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചെയ്തതിൻ്റെ ഫലമാണ് ഇതിപ്പോൾ കാണിക്കുന്നത്. കാരണം 1 വർഷം കൊണ്ടാണ് ഇത് ഇങ്ങനെ ഈ രൂപത്തിലെത്തിയത്. അതെ, നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഒത്തിരി സന്തോഷം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടും വന്നതുകൊണ്ടും അതാണ്. പിന്നെ ഇവിടുത്തെ ഒരു ഐതിഹ്യത്തെ പറ്റി പറയുന്നുണ്ടല്ലോ. പള്ളി അറവാളം കൊണ്ട് ഭഗവതിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്, അതായത് വള്ളിയൂർക്കാവിലേക്ക് പോകുന്നുണ്ട്. അതെന്താ അതിൻ്റെ ഐതിഹ്യം? വള്ളിയൂർക്കാവ് ഭഗവതിയുടെ വാള് ആ കാലത്ത് വള്ളിയൂർക്കാവിന് മുന്നേ, ഇതിപ്പോൾ നമ്മളുടെ ആളുകൾക്കിടയിൽ ആശയ പ്രശ്നം ഉണ്ടാവും. ഈ ക്ഷേത്രമാണ് മുന്നേ ഉണ്ടായി. ഈ കല്ലമ്പലം അമ്മയുടെ വാള് സൂക്ഷിച്ചത് ഇവിടെയാണ്. അതിന്റെ ഭാഗമായിട്ട് ദേവതകൾ പരസ്പരം ഉപചാരം ചൊല്ലുന്ന, ഈ ദേവി ഇല്ലാതെ അവിടെ ഉത്സവം നടക്കില്ല. ഇവിടുന്ന് ഭഗവതിയെ ആറാടിച്ച് വള്ളിയൂർക്കാവിൽ അമ്മ വന്ന് കളമെഴുതി പാട്ടുപാടി 14 മീനം സംക്രമത്തിന് താലപ്പൊലിയോടുകൂടി തിരുവായുധം, അമ്മയുടെ തിരുവായുധം മാനന്തവാടി വള്ളിയൂർക്കാവ് മണിമണ്ഡലത്തിൽ കൊണ്ടുവച്ച് ആ ദേവിക്കുള്ള ഉപചാരം എന്ന രീതിയിലാണ് മേൽക്കാവിൽ അമ്മ താഴെ വന്ന് കളം എഴുതി പാട്ടുപാടി ആറാടി പോകുന്നത്. യഥാർത്ഥത്തിൽ വള്ളിയൂർക്കാവിന്റെ ഒരു ചെറിയ ഉത്സവം ആരംഭിക്കുന്നത് ഇവിടുന്ന്. അത് വള്ളിയൂരമ്മയുടെ വരുന്നു. വള്ളിയൂർക്കാവ് മേൽശാന്തിയുടെ സാന്നിധ്യത്തിൽ തിരുവായുധം, അദ്ദേഹം വള്ളിയൂർക്കാവ് തിരുവായുധമായി ഇവിടെ വന്ന് ഇവിടെ ഒരു കോലംകോറ ചടങ്ങ്, ലളിതമായൊരു ചടങ്ങ് ഇവിടെ നടത്തി അതിന്റെ ബൃഹത് ചടങ്ങായിട്ട് അമ്മയെ ആനയിച്ച് കൊണ്ടുപോയി മഹോത്സവമാക്കി മാറ്റുന്നു. 2 ദേവത, ഹിന്ദു വിശ്വാസപ്രകാരം ചാമുണ്ടിയുടെയും ഭദ്രകാളിയുടെയും സമ്പൂർണ്ണ ഐക്യം ഇവിടെയുണ്ട്. ആ ഐക്യത്തിന്റെ പൂർണ്ണത വള്ളിയൂർക്കാവിലേക്കായിട്ട് മാറുന്നുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ ഏതെല്ലാം ദേവതയുള്ളത്? ഇപ്പം ഇവർ 3 തുല്യ പ്രധാനമാണ്. ചാമുണ്ടേശ്വരി ഭാവത്തില് അന്നപൂർണേശ്വരിക്കൊരു പൂജയുണ്ട്. അപ്പൊ അന്നപൂർണ, ചാമുണ്ടി, ഭദ്രകാളി. ശിവഭഗവാന് കിരാത ഭാവത്തിലായതുകൊണ്ട് ഓം ഹ്രീം നമ ശിവായ. അപ്പൊ ശക്തി പഞ്ചാക്ഷരിയോട് കൂടിയുള്ള പൂജ. ഒരു മിനിറ്റ്. പിന്നെ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ എന്തെല്ലാം ദേവതകളുണ്ട്? ഗണപതി, മഹാഗണപതി ഭാവത്തില് ഗണപതി, ആദിശാസ്താവ് കുഴവ ബിംബത്തില്, അത് ചുറ്റമ്പലത്തിന്റെ ഉള്ളില്. പുറത്ത് രക്ഷസ്, പിന്നെ ഈ ക്ഷേത്രത്തിന്റെ കാരണവരായിട്ടുള്ള യോഗീശ്വരൻ, പിന്നെ ഭൂമിയുടെ അതിദേവതകളായിട്ടുള്ള സർപ്പങ്ങൾ ഈശാന കോണില് വസിക്കുന്നു. അങ്ങനെ 8 ദേവതാ സങ്കല്പം അങ്ങനെയാണുള്ളത് അല്ലേ?
പിന്നെ മുട്ടറക്കൽ ഇവിടെ എന്താണ് എങ്ങനെയാണ് അത്? എല്ലാ ദേഹമുട്ട്, കർമ്മമുട്ട്, തൊഴിൽമുട്ട്. എത്ര തരം മുട്ടകളുണ്ട്? 9 തരം മുട്ടകൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? എന്തായാലും ഇത്രയും ഭക്തന്മാർ ഇവിടെ വന്ന് കാത്തു നിൽക്കുകയാണ്. അവരും ഭാഗ്യവന്മാരാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഭഗവാനെ കാണുക, ഭഗവതീനെ കാണുക അല്ലേ? എന്തായാലും ഈ നമ്മളുടെ ക്ഷേത്രത്തിന്റെ ഖ്യാതി യൂട്യൂബിലൂടെ ജനസഹസ്രങ്ങൾ കാണട്ടെ, അനുഭവ സാക്ഷ്യം വരാൻ വേണ്ടി അവർ എത്തട്ടെ. അതുകൊണ്ട് ഒരു ആത്മബന്ധം പുലർത്താം. സന്തോഷം. ഈശ്വരൻ നമ്മളിൽ തന്നെ വസിക്കുന്നു. അത് നമ്മളൊന്ന് ബലപ്പെടുത്തുന്നു. അത്രയും കാര്യങ്ങളുള്ളത് അല്ലേ? അപ്പൊ ഇതിനുള്ള വേറെ ദേവതമാരൊന്നും ഇല്ലല്ലോ? പിന്നെ എന്നാ പിന്നെ പേര് ഒരിക്കും കൂടി പറഞ്ഞോളൂ. എൻ്റെ പേര് സുധീഷ് കുമാർ. പിലാക്കാവാണില്ല, ശ്രീഹരി. നല്ല നമസ്കാരം. പേര് പറയും. എവിടെയാ സ്ഥലം? മാനന്തവാടിയാണ്. കുറേ വർഷമായി അമ്മേൻ്റെ അടുത്ത് വരുന്നു? ഞാൻ 8 വർഷമായി. സുധസ്വാമി ഞങ്ങൾക്ക് ഒരുപോലെ അല്ലേ? പറയൂ, എന്താ പേര്? ഇവിടെ മാതൃസേവാ സമിതിയിലുണ്ടോ? ഇല്ലല്ലേ? അപ്പം അപ്പോൾ ഇവിടെ വന്ന് അങ്ങേക്ക് പറ്റുന്ന എല്ലാ സേവനവും ഭഗവതിക്ക് വേണ്ടി ചെയ്യാം. അതിനേക്കാളും പുണ്യം മറ്റൊന്നും ഇല്ലെന്നോ? അപ്പോൾ അത് വന്ന് ചെയ്യുക. അപ്പോൾ നമ്മളെപ്പോലുള്ള ഒരാൾ ഇത്രയും ദൂരത്ത് നിന്ന് വന്നിട്ട് ഭഗവതിനെ ചിത്രീകരിച്ച് ലോകം മുഴുവൻ കാണിച്ചു കൊടുക്കാനാണ് വന്നിട്ടുള്ളത്. പറഞ്ഞു എന്തായാലും തുളസിക്ക് വെള്ളം നനയ്ക്കുമ്പോൾ നിങ്ങൾ എടുക്കണമല്ലോ. ഇരിക്കാം. എന്താ പേര്? ശാന്ത അല്ലേ? എപ്പോഴും ശാന്ത തന്നെയാണല്ലോ. എന്താ ഉപ്മാവാണല്ലേ? അപ്പൊ രാവിലെ എല്ലാ ഇതിനും ചൊവ്വയും വെള്ളിയും ഞായറും വരിക. അപ്പൊ ആ 3 ദിവസം രാവിലെ ഇത് കൊടുക്കും. ഉച്ചക്ക് അന്നദാനം ഉണ്ടോ? ഉച്ചക്ക് എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച മാത്രമേ ഉള്ളൂ അല്ലേ? അന്നദാനം മിനിഞ്ഞാന്ന് കഴിഞ്ഞു അല്ലേ? പിന്നെ ചോറ് വെക്കണം, ഇവിടെ പണിക്കാളുണ്ട്. ചോറ് എന്തായാലും വെക്കണം അല്ലേ? അന്നദാനം അല്ലേ? പിന്നെ മറ്റുള്ളവർക്ക് അതുപോലെ കൊടുക്കാമല്ലോ അല്ലേ? അല്ലേ? അല്ല, ആരെങ്കിലും കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അതെ, ചെയ്യാം അല്ലേ? ഒരാൾ ചെയ്യുന്നതാണ് അല്ലേ? എന്തായാലും ചെയ്യുന്ന ആക്കും മഹാഭാഗ്യവാനായിരുന്നു. അദ്ദേഹം ആര് ചെയ്യുന്ന പേര് പറയാൻ വിഷമമില്ലെങ്കിൽ പറയാം. ഇന്നത്തെ ചോദിക്കാം നമുക്ക് അവിടെ ചോദിക്കാം. പേര് പറയുമ്പോൾ എന്റെ പേര് ശാന്ത. ഞാൻ പാണ്ടിക്കടവ് ലൈബ്രറിയിലാണ്. ഓ അതെയാ? ഇതും കഴിഞ്ഞ് ഞാൻ അങ്ങ് പോകും. എന്തായാലും നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യം അന്നപൂർണേശ്വരി ഇപ്പൊ നിങ്ങളാണ്. അതെ, അപ്പോൾ നല്ല നമസ്കാരം. അതെ ഐതിഹ്യം അറിയണം. അത് ഇപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് ചോദിക്കാന്ന് വെച്ചിട്ടാണ്. ഐതിഹ്യങ്ങൾ ഒരുപാടുണ്ട്. പല ജില്ലയിൽ നിന്നും മാത്രമല്ല പുറത്തുനിന്നും ആൾക്കാർ വരുന്നുണ്ട്. അവർക്ക് ഭക്ഷണം കൊടുക്കാൻ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാണ്ട് അമ്മയുടെ അടുത്ത്. അമ്മ ഏതായാലും ലൈബ്രറിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അമ്മേൻ്റെ കുറച്ച് ചരിത്രങ്ങൾ അറിയാൻ പറ്റുമല്ലോ? ചരിത്രങ്ങൾ എന്ന് പറയാൻ എനിക്ക് അധികം പരിചയമില്ല. കാരണം ഞാൻ കണ്ണൂർ ജില്ല കൂത്തുപറമ്പ് ഇവിടെ കല്യാണം കഴിച്ചു വന്നതല്ലേ. അപ്പോൾ ഞാൻ വന്ന കാലഘട്ടം തൊട്ട്, ഞാനൊരു 70-ലാണ് വന്നത്. ആ കാലഘട്ടം തൊട്ടിട്ടുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ. ആയിക്കോട്ടെ, അതിന് ശേഷം നമുക്ക് തേടാം. അതിന് ശേഷമുള്ള അറിവുകൾ നമുക്ക് പിന്നെ തേടാലോ. എന്നാ പോയിട്ടുണ്ട്. നമ്മളെ വീട് സഹോദരിമാരാണല്ലേ? നമുക്ക് ഉപ്മാവ് വന്നിട്ടുണ്ട്. രാവിലത്തെ ഭക്ഷണം അമ്മേൻ്റെ അടുത്ത് വന്നു. എന്താ പേര് മാധവൻ. എവിടെയാ സ്ഥലം? ഇവിടെ ഈ അമ്പലത്തിൻ്റെ ഒരു 1/2 കിലോമീറ്റർ അപ്പുറം. ക്ഷേത്രമായിട്ട് എന്താ ബന്ധം? ക്ഷേത്രമായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഇന്നത്തെ ഈ അവസ്ഥയിലെത്തുന്നതിൻ്റെ മുമ്പുള്ള ഒരു പൊതു കമ്മിറ്റി തയ്യാറാക്കുന്ന 1986 മുതലുള്ള അടിയറ കമ്മിറ്റി ഈ ക്ഷേത്രത്തിൽ നിന്ന് വയനാട്ടിലെ പ്രസിദ്ധമായ ക്ഷേത്രമായിട്ടുള്ള വള്ളിയൂർക്കാവിലേക്ക് ഇവിടെ നിന്ന് ഒരു അടിയറ പോകുന്നൊരു സമ്പ്രദായമുണ്ട്. ആ സമ്പ്രദായത്തിൻ്റെ അടിയറ കമ്മിറ്റിയിൽ 1986 മുതൽ
ഇത്രയും കാലം പഴക്കമുള്ള ഒരു മനുഷ്യൻ അല്ലേ? വന്നുകൂടിയത്. അതെ. അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ വരേണ്ടി വരും അല്ലേ? ചെറിയ പ്രായത്തിൽ ഭഗവതി ചേർത്ത് പിടിച്ചതാണ്. ഇപ്പോൾ ഒന്നിച്ച് ഭഗവതിയുടെ കൂടെ തന്നെയുണ്ട്. ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു പറഞ്ഞാൽ ഞങ്ങളുടെ പൂർവികമായിട്ടുള്ള ക്ഷേത്രത്തിൻ്റെ ആരാധനാമൂർത്തിയായിട്ടുള്ള ഭദ്രകാളിയുടെ സാന്നിധ്യമുള്ളതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെറുപ്പകാലം മുതൽ തുടങ്ങി. അപ്പോൾ വർഷത്തിൽ ഒരു തവണയുള്ള ഉത്സവമായിരുന്നു ആ കാലത്തുണ്ടായത്. അതായത് നമ്മളിവിടുന്ന് ഈ ക്ഷേത്രത്തിൽ നിന്ന് അടിയറ പോകുന്ന അന്നത്തെ ഒരൊറ്റ ദിവസത്തെ പരിപാടി മാത്രമേ ഈ ക്ഷേത്രത്തിലുണ്ടായിരുന്നു. ഒരു മിനിറ്റ്.